പാലക്കാട് പിഷാരടിയെ കെട്ടിയിറക്കിയ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും വെകിളി പിടിച്ചതുപോലുള്ള കാട്ടിക്കൂട്ടലുകളാണ് അണിയറയിലും അരങ്ങിലുമെല്ലാമായി കാണിച്ചു കൂട്ടുന്നത്. ശോഭാ സുരേന്ദ്രൻ അവർക്കൊരു എതിരാളിയല്ലെന്ന് അവർ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ ടെൻഷന്റെ പൊടിപൂരമാണ്. ജയിക്കില്ല എന്നുള്ള സൂചനകൾ കിട്ടിയാൽ അവർ അടുത്തടവെടുക്കും. ശോഭ ശക്തിയാണെന്ന് പറഞ്ഞ് CPM ആണ് BJP സ്ഥാനാർത്ഥിയുടെ ശക്തി കൂട്ടുന്നത് എന്നൊരു പരാമർശം ഷാഫി അടുത്തിടെ നടത്തിയിരുന്നു. തനിക്ക് ശക്തിയുണ്ട് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറയേണ്ട കാര്യമില്ലെന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇതിന് മറുപടി കൊടുത്തത്. ശോഭയുടെ ശക്തി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. ഷാഫി പറമ്പിലിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. ശോഭാ സുരേന്ദ്രൻ ഈ പൊതുസമൂഹത്തിനകത്തെടുത്ത ജോലിയുണ്ടല്ലോ, സാധാരണക്കാർക്ക് വേണ്ടി, ഇവിടുത്തെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി. അട്ടപ്പാടിയിലെ ട്രൈബൽ ഹോസ്റ്റലിൽ സമരം നടക്കുമ്പോൾ ഷാഫിയെ ഇവിടെ ആരും കണ്ടിട്ടില്ല. ഈ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. കിളിരൂരും കവിയൂരും കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഇവിടുത്തെ അമ്മമാർക്ക് വേണ്ടിയും ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയും പോരാട്ടം നടത്താൻ എല്ലായിടങ്ങളിലും യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. എനിക്ക് ശക്തിയുണ്ട് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറയേണ്ട കാര്യമില്ല. ശോഭയുടെ ശക്തി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. അതിൽ കോൺഗ്രസുകാരുമുണ്ട്, മാർക്സിസ്റ്റുകാരുമുണ്ട്. അതുകൊണ്ട് ആരും എന്റെ ശക്തി കൂട്ടേണ്ടതില്ല എന്നായിരുന്നു ശോഭയുടെ മറുപടി. എന്താണ് കാരണം എന്ന് വെച്ചാൽ 13 വയസ്സ് മുതൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ തുടങ്ങിയതാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ 12 സ്ത്രീകളിൽ ഒരാളായി തെലങ്കാന, ആന്ധ്രയുടെയും ചുമതല ഏറ്റെടുക്കാൻ സാധിച്ചതും ശോഭ കൺവീനറായി മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചതും ഇന്നത്തെ ക്യാബിനറ്റ് മിനിസ്റ്ററും അന്നത്തെ മുഖ്യമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാനൊപ്പമാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്റെ മുന്നിലോ പൊതുസമൂഹത്തിന്റെ മുന്നിലോ വലിയ ഒരാളാണെന്നോ താൻ ശക്തി കൂടുതലുള്ള ആളാണെന്നോ ഒന്നും എവിടെയും ശോഭ പറഞ്ഞിട്ടില്ല. 24 മണിക്കൂറിൽ ബഹുഭൂരിപക്ഷം വരുന്ന മണിക്കൂറുകളും സമൂഹത്തിന്റെ സേവനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായ ഒരു സേവികയാണ്, ജോലിക്കാരിയാണ് താനെന്നാണ് ശോഭ പറഞ്ഞത്. ശോഭാ സുരേന്ദ്രനെതിരെ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ CPM-ഉം LDF-ഉം പറയുക. ഈ ഷാഫി പറമ്പിലല്ലേ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആശാൻ. ഈ മുനിസിപ്പൽ കൗൺസിലറുടെ ആശാനും ഷാഫി പറമ്പിലല്ലേ. അപ്പോൾ ഷാഫി പറമ്പിലിനെ ഒന്ന് ചോദ്യം ചെയ്യണ്ടേ? എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിന്റെ കൂടെ നിൽക്കുന്നവർ ഇത്തരത്തിലുള്ള പീഡന കേസുകളിൽ പ്രതിയാകുന്നത്? ഷാഫി പറമ്പിൽ നല്ലവനാണെങ്കിൽ കൂടെ നിൽക്കുന്നവർ നല്ലവരാകില്ലേ? ആ ചോദ്യത്തിനാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ ഉത്തരം പറയേണ്ടത്. എത്രയോ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്താൻ ആശാൻ പരിശ്രമിക്കുന്നുവെന്ന് കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ടതിനാൽ സ്വന്തം കറ മായ്ച്ചു കളയാനുള്ള പദ്ധതികളുമായി രംഗത്ത് വരുന്നതാണ് നല്ലത്. അല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ തിരിച്ചുവിടാമെന്ന് കരുതണ്ട എന്നൊരു ഫ്രീ മുന്നറിയിപ്പും ഷാഫിക്ക് ശോഭ കൊടുക്കുന്നുണ്ട്. SDPI CPM ധാരണയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രാജ്യത്ത് മുസൽമാനെയും ഹിന്ദുവിനെയും ചേരി തിരിച്ചു നിർത്തുന്ന ഭീകര സംഘടനകളുമായിട്ട് 2 മുന്നണികളും തരാതരം പോലെ കൂട്ടുകൂടിയിട്ടുണ്ട് എന്നുള്ളത് എത്രയോ കാലമായി BJP പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ കൂടെ ജമാഅത്ത് ഇസ്ലാമി കൂടുന്നു, മറ്റൊരാളുടെ കൂടെ SDPI കൂടുന്നു. ഇത് പറയാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഈ കേരളത്തിൽ പറ്റൂ. പാലക്കാട് മണ്ഡലത്തിൽ BJP-യുമായി ഏറ്റുമുട്ടാനുള്ള സംഘടനാ ശേഷി കഴിഞ്ഞ കാലങ്ങളിലൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അവർ എന്നും 3ാം സ്ഥാനത്ത് തന്നെയാണ്. അങ്ങനെയുള്ള പ്രസ്ഥാനത്തെയാണോ ഇവിടെ ശക്തിയുക്തം എതിർക്കേണ്ടത്, അതോ കോൺഗ്രസിനെയോ? ഇവിടുത്തെ പരിണിത പ്രജ്ഞരായ നല്ല ഒരൊറ്റ കോൺഗ്രസുകാരനെ പോലും സ്ഥാനാർത്ഥിയാക്കാൻ UDF-ന് എന്തുകൊണ്ട് പറ്റുന്നില്ല? അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയോട് എന്ന പരിപാടിയുമായി നടന്നിട്ട് കാര്യമില്ല. ഏത് ഒളിത്താവളത്തിലാണ് ഷാഫി പറമ്പിൽ ഈ കൗൺസിലറെ ഒളിപ്പിച്ചിട്ടുള്ളത് എന്ന ഒറ്റ ചോദ്യത്തിനാണ് ഷാഫി പറമ്പിൽ ഉത്തരം പറയേണ്ടത്. പുറത്തിറക്കി വിടണം അയാളെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. 2 രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടു നടന്ന് VD സതീശനെ കൊണ്ട് വലിയ തണലൊരുക്കിച്ചു കൊടുത്തത് ഷാഫി പറമ്പിലാണ്. അതുകൊണ്ട് മോന്തായം വളഞ്ഞാൽ കഴുക്കോല് വളയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇനിയും കഥകൾ പുറത്തു വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. NSS-ന്റെയും SNDP-യുടെയും തിണ്ണ നിരങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു വെല്ലുവിളിച്ച UDF ജമാഅത്തെ ഇസ്ലാമിയുടെ തിണ്ണ നിരങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ വോട്ടർമാർ മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇടത്തോട്ടും വലത്തോട്ടുമല്ലാതെ നേർരേഖയിലൂടെ യാത്ര ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA പാലക്കാട് മണ്ഡലത്തിൽ ബഹുഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നേ ശോഭയ്ക്ക് പറയാനുള്ളൂ. പാലക്കാട്ടുകാർക്കും അത് മാത്രമേ പറയാനുള്ളൂ.